അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ നേരം വൈകി ഞാനൊരു സംഭവം ഉണ്ടാക്കണം വെച്ചിട്ട് നിൽക്കിയിരുന്നു കേട്ടോ. അവ നോക്കുമ്പോഴേക്കും എന്താ പറയുക, ഇതിന് പോയി കുടുംബശ്രീ ഇന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുടുംബശ്രീക്കൊന്ന് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാക്കി വന്നു. കാരണം ഇപ്പോൾ അമ്മൂന് ഫീസ് കൊടുക്കേണ്ട സമയമായി. നാളെ മറ്റേ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിൽ. അപ്പോഴേക്കും പൈസ കൊടുക്കുക വേണം. അപ്പോഴേക്കും കുറച്ച് ഓടിപ്പാച്ചിലായിരുന്നു നമുക്ക്. കുടുംബശ്രീ ഇപ്പോൾ നമുക്കൊരു ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം അതിന് നമുക്ക് പലിശ ഇല്ലാണ്ട് ലോണ് കിട്ടും, അങ്ങനെയുള്ള കുറേ കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയതായിരുന്നു. രാജേട്ടും പടിമാറ്റി വന്നിട്ടില്ല കേട്ടോ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സാധനം ഉണ്ട്, പറയ്ക്കാൻ പോവാം. ചായക്ക് കടി വാ ചെറുപ്പട്ടോ. നമ്മളവിടെ അന്നാൾ നമ്മൾ പൈസ കൊടുത്ത് ഇപ്രാവശ്യം കുഴിച്ചിട്ടൊക്കെ ആവത്താട്ടോ. അതിപ്പം ഈ ധനു ആകുമ്പോഴേക്കും ആവുമെന്നറിയില്ല. അപ്പം അതിൻ്റെ മേലെ നിറയെ ഉറിഞ്ഞുറിഞ്ഞി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് കുറേ ദിവസമായി നോക്കിച്ചിട്ടുണ്ടോ. നമുക്ക് പുഴുങ്ങിയിട്ട് കറക്റ്റാക്കിയിട്ട് ചായക്ക് കുറേ ദിവസമായിട്ടോ. ചെറിയ ചെറിയതാണ്, പക്ഷേ അത് പറിച്ചിട്ട് കേട്ടോ. നല്ല രസമാണ് അത്. മറ്റേ ഉണ്ടോ ചമ്മന്തി ഉപ്പി കഴിക്കാൻ രസമാണ്. കുറച്ച് പറക്കട്ടെ കേട്ടോ. നമ്മളെ അവിടെ മേലെ കൂടെ ഒക്കെ ഇങ്ങനെ വിത്തുണ്ടാവുന്നുണ്ട്. കണ്ടോ പോയി. ഇതിങ്ങനെ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചെടുത്തിട്ട് പുഴുങ്ങാം. ഇത് വലുതാവണൊക്കെ ഉണ്ട് കേട്ടോ, കുറേയൊക്കെ വലുതാവണുണ്ട്. അപ്പോൾ കുറച്ചെടുത്തിട്ട് വേഗം എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നേരം വൈകി. കുടുംബശ്രീ പോയപ്പോൾ എന്താ സംഭവം മേലെ കൂടെ ഒക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടാവണം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന വിത്ത് പുറത്തുണ്ടാവണത്. അടിയിലുണ്ടാവണ കണ്ടിട്ട്, പക്ഷെ ഇങ്ങനെ പുറത്തു കൂടെ അങ്ങനെ വിത്ത് ഉണ്ടാവണം ഞാൻ ആദ്യമായിട്ട് കാണും. കുറേ ദിവസമായി ഇങ്ങനെ നോട്ടിട്ട് വെച്ചിട്ട്. അപ്പോൾ നേരെ കുറേ ആയിട്ടോ, വിളക്കയ്ക്കാറായി. അതിലെ കുഞ്ഞാ കുറച്ച് ഇട്ടിന് ബാക്കി വലുതാവാണ്ട് കുറേ. ഇത് മതിയോ നമുക്ക്? അച്ഛൻ ചിലപ്പോൾ കഴിക്കില്ല, ഗ്യാസാണെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ എന്ത് കൊടുത്താലും പറയും ഗ്യാസാണ്. മതി, നമുക്ക് വേഗം കുറച്ചൊന്ന് ഉണ്ടാക്കിയിട്ട് താഴെ ഉണ്ടോ കാണണ്ട ലൈറ്റ് ഇത്ര അട്ടിക്കണ്ട. നമുക്ക് പുഴുങ്ങിയിട്ടുണ്ടല്ലോ കാന്താരി ചമ്മന്തി വേഗം ഇറക്കട്ടെ. ഇത് കണ്ടോ അങ്ങോട്ടൊക്കെ അതിൻ്റെ മേലെ അവിടെയൊക്കെ കണ്ടോ വള്ളിയിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ചോട്ടിൽ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതേപോലെ അവിടെയും കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാജേട്ടൻ വരേണ്ടി തോന്നുന്നു, വണ്ടിയുടെ ശബ്ദം കേൾക്കാണ്ട്. ഇതിൽ ഉണ്ടായിട്ടില്ല, മേലെ ഉണ്ടായിട്ടില്ല, താഴെ തന്നെയാണ്. അപ്പം ഇത് വേഗം ഒന്ന് കഴുകിയിട്ട് പുഴുങ്ങാട്ടെ. നമുക്ക് ചമ്മന്തി മുളകുണ്ട്, അതും കൂടെ പറയ്ക്കാം. അത് കാവത്ത് നമ്മളെ വിത്തില്ലേ, കുറച്ച് ഉപ്പും കൂടെ ഉണ്ട്. രാജേട്ടത് കണ്ടിട്ട് ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കണത്. രാജേട്ടൻ ഇങ്ങനത്തൊന്നും കഴിക്കില്ല. അതിൻ്റെ വിത്തില്ലേ, അതൊന്ന് മേലേന്ന് പറിച്ച് കിട്ടിയതാ. കാവത്തിന്റെ വിത്ത് പുഴുങ്ങും. രാജേട്ടൻ അറിയാനിട്ടാ കഴിക്കൂടേ സത്യമായിട്ടും. രാജേട്ടനെ കാവത്തിന്റെ വിത്ത് തിന്നോന്ന് ഇങ്ങനെ ആട്ടി പോണോ, പേടിയെടുത്ത് തിന്നൂല എന്ന് വെച്ചിട്ട് അറിയാക്കെ കഴിക്കും. കാവത്ത് പുഴുങ്ങിത്തില്ലേ വിത്തൊക്കെ. ഞാൻ കഴിച്ച് കാണിച്ചു തരാം ആദ്യം. ഇവർക്ക് പേടിയാണ്. ചായ എന്തായി കൊടുക്കട്ടെ കേട്ടോ. കടിയൊന്നുമില്ല, രാജേട്ടൻ അത് കണ്ടപ്പോഴേ പേടിയായി. അത് കഴിക്കുമോ വെച്ചിട്ട് ഞാൻ തന്നെ കഴിച്ച് കഴിക്കൊണ്ടേ. രാജേട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? മീന് മത്തി അയിലേട്ടാ, അയിലയും കൂടെ കൊണ്ടുവന്ന് വേഗം ഉണ്ടാക്കാം. വലിയൊരു കറുത്ത സാധനം, അത് വലിയ മീൻ അയില. അപ്പം ചായ, ചൂട് ചായ. രാജേട്ടൻ പറഞ്ഞ കടിയൊന്നുമില്ല, അങ്ങനെ കൊടുക്കാം. ബിസ്ക്കറ്റ് വേണോ? പൂങ്കണ്ണി എത്ര എൻ്റെ പേര്? ഇതെന്ത് മീനാട്ടെ? പൂങ്കണ്ണിയല്ലേ? പൂങ്കണ്ണിയാണ്. ഈ അമ്മ കളിയാക്കുക കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. എന്താ കുഴപ്പമുണ്ടായി? ഒന്നും ഇതാക്കി പറഞ്ഞിട്ടില്ല. പൂങ്കണ്ണി ആ മീനിൻ്റെ പേരിട്ടോ. മത്തിയുണ്ട്. അപ്പം ഇനി വേഗം ഉണ്ടാക്കി ചാടുന്നുണ്ട്. പണ്ട് ഡ്രസ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. തിരുമ്പലൊക്കെ ഒരു കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതാ പണ്ട് ഡ്രസ്സൊക്കെ ഞാൻ നാളെ തിരുമ്പാം. ഒക്കെ ഇവിടെ നമ്മളെ ഗോഡൗണിൽ സെറ്റിട്ട് നാളെ തിരുമ്പാൻ. രാജേട്ടനെ എങ്ങനെ വെച്ചിട്ടാ പണിയെടുക്കുമ്പോൾ എന്താ
അവർ കൊടുക്കില്ലേ ബിസ്ക്കറ്റൊക്കെ, ചായക്ക് കഴിക്കാനും ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അമ്മൂന് കൊടുത്തു. അതേപോലെ നമ്മൾ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ വാർപ്പൊക്കെ ആകുമ്പോൾ ബിരിയാണി കിട്ടിയാൽ കഴിക്കില്ല, അത് ഇങ്ങോട്ട് കൊണ്ട്. ഞങ്ങൾ കുറേ പറയട്ടെ കഴിച്ചോളാനൊക്കെ പറയും. പക്ഷേ അച്ഛന്മാരങ്ങനെയാണ്. പക്ഷെ അച്ഛന്മാരുടെ ആ സ്നേഹം നമ്മളെ പലപ്പോഴും തിരിച്ചറിയാറില്ല മക്കൾ. അല്ലേ അമ്മ? ഒരു വക ചായ കൂടി കഴിഞ്ഞതാണ്. പക്ഷേ ചായ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ രാജാണി ഉണ്ടാക്കുമ്പോഴും ചോറ് കുറച്ച് വെക്കണം. ചോറുണ്ടാവും, ചോറ് വെക്കണം. നല്ല വേവുള്ള അരിയാണ്. വേഗം തീയച്ച് ചെറുപ്പത്തിൽ വെക്കണം കേട്ടോ. മീനൊക്കെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ല കുടുംബശ്രീയിലൊക്കെ പോയിന്ന്. അവിടെ കുറച്ച് നേരം ഇതിനൊക്കെ നിന്നപ്പോൾ എഴുതാനും ഒപ്പിടാനൊക്കെ ഉണ്ടായിരുന്നു കുറേ. അതിനൊക്കെ നിന്നപ്പോഴേക്ക് സമയം കുറേ വഴുകി. അപ്പം എനിക്ക് തോന്നി കുറച്ച് ചോറ് കുറവുണ്ട്, ചോറ് വെക്കട്ടെ. അങ്ങനെ ആയിക്കോളും. മീനൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. മീനുണ്ടാക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇനി പിന്നെ ഉള്ളിൽ ഗ്യാസിന്മേലാണ് വെക്കുന്നത്. കുറച്ച് കാന്താരി വറക്കണം കേട്ടോ. നമുക്ക് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ, എന്താ വെച്ചിട്ടാ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. കാന്താരി കാണിക്ക് നിറയെ ഉണ്ട് കേട്ടോ. കാന്താരിയൊക്കെ പഴുത്തു നിറയെ വെച്ചാൽ ആ തൊടിയിൽ നിന്ന് കിട്ടി പറിച്ച് കുളിച്ചിട്ടതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കാന്താരി, മുരിങ്ങടല കറി വെക്കുന്നത്, അതുപോലെ ഞാനിപ്പോൾ കാവത്ത് ഉണ്ടാക്കണം കേട്ടോ. അതൊക്കെ ഇവിടെ ഗൾഫിലുള്ളവരൊന്നും കാണരുതേ. എന്താ വെച്ചിട്ടറിയോ, അവർക്ക് സത്യം പറഞ്ഞാൽ കൊതിയാവും. പക്ഷെ പണക്കാർക്കല്ല കേട്ടോ, പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, പ്രവാസികൾ ഗൾഫിലൊക്കെ പോയിട്ട്. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, ഇങ്ങനെ കാന്താരി ചമ്മന്തി, കാവത്ത് പുഴുങ്ങിയതും, അതുപോലെ മുരിങ്ങ താളിപ്പും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഞാനിങ്ങനെ ഓർക്കും. ചിലർ അന്നൊരു ദിവസം ഒരു കമൻറ്റ് പറയുന്നു കൊതിയാവണോ പറഞ്ഞിട്ടാ ഗൾഫിലുള്ളവർ. അപ്പോൾ ഞാനങ്ങനെ വിചാരിക്കും അവർ കാണരുതേ, കാരണം അവർക്ക് അതൊക്കെ മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ചേ പറക്കണുള്ളൂ. ഇപ്പം ഉണ്ടാക്കുക ചമ്മന്തിക്ക് മാത്രം കുറച്ച് മതിയല്ലോ. മുരിങ്ങടല ഞാൻ അങ്ങനെ വിചാരിച്ചു മുരിങ്ങടല താളിക്കാന്നൊക്കെ വിചാരിച്ചു രാത്രി. അപ്പോൾ രാത്രി മീൻ കൊണ്ടുവന്നില്ലേ, അപ്പം നമുക്കത് ഉണ്ടാക്കാം. ഇത് മറ്റേ കാവത്ത് ആ പുഴുങ്ങിയതാവുമ്പോഴേക്കും ഇത് ഉള്ളിയും കൂടെ കൊടുത്ത് ചമ്മന്തി അരച്ച് വയ്ക്കാം അല്ലേ. ഒക്കെ ഇവിടെ നിൽക്കുകയാണ് കയറാണ്ട്. ഇനി എൻ്റെ വരവും കാത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ കയ്യെടുത്ത് പിടിക്ക്. മറ്റേ വേറെ ആളുണ്ടല്ലോ കൊത്തുന്നത്, എൻ്റെ നാളെ ചാടി കൊത്തിയെന്ന് 2 പ്രാവശ്യമായി കൊത്തുന്നു കേട്ടോ. ഞാൻ ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചിടില്ലേ, ഇവരൊക്കെ പിടിച്ചിടുമ്പോൾ അവന് എന്താ തോന്നണ അറിയില്ല, അവനെ പിടിച്ചിടാനിട്ടാണോ എന്താ അറിയില്ല, അവന് കൊത്ത വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കും. സുന്ദരിയാണ് അല്ലേ കൂട്ടുകാരെ. ഞാൻ ഇവരൊക്കെ ഒന്ന് പോയാൽ കൂട്ടിക്കെടുക്കാം കേട്ടോ. മീൻ എന്താ ആയില്ല, എന്താണ് ഇതിൻ്റെ പേര് പറഞ്ഞേ, എന്ത് മീനാണോ ഓർമ്മല്ല. കണ്ണി, എന്തോ ഒരു കണ്ണി പറഞ്ഞു. ആ മീനെ മറക്കാൻ വേണ്ടിയിട്ടേ കഷ്ണം നോക്കി വെച്ചതാ. മത്തി ഉണ്ട്, മത്തി കൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഇന്നും ഉണ്ടാക്കണം. ഇപ്പം അതിൻ്റെ സീസണാണല്ലോ. പുളിയൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാനിതാ നമുക്ക് നമ്മുടെ കാവത്ത് വന്നു കേട്ടോ. രാജേട്ടന് പേടി ഇതൊക്കെ കഴിക്കാൻ, രാജേട്ടൻ ഇതൊക്കെ കഴിക്കാം, അടിയിലുള്ളതല്ല കഴിക്കുക. ഇതിൻ്റെ ഇതൊക്കെ വിത്തൊക്കെ കഴിക്കാറുണ്ട്, പുഴുങ്ങി ഞങ്ങൾ തിന്നാറുണ്ട് കേട്ടോ. ചുട്ടിട്ടൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യാറില്ല, അമ്മയിലേക്കൊന്നും അരക്കണില്ല, അതിന് മാത്രമുള്ള ഒന്നുമില്ല, അവർക്കൊന്നും വേണ്ടല്ലോ. കുറച്ച് കാന്താരി കൂടും ഞാൻ എല്ലാം ഇത് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് തേങ്ങ മുറിയുണ്ട്. ഇതൊക്കെ എളുപ്പപ്പണികളാണ് കേട്ടോ. പക്ഷെ അമ്മയിലേക്ക് വലിയ പോവാൻ, അമ്മീൻ്റെ മേലെ പാത്രങ്ങൾ കുറേ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ചതച്ചെടുത്തിട്ട് മിക്സിയിലായാലും വല്ലാണ്ട് അരിയും ചെയ്യും, അപ്പോൾ വലിയ രസം ഉണ്ടാവില്ല. ഒന്നങ്ങോട്ട് ചതച്ചെടുക്കാം വല്ലാണ്ട്. ആദ്യമൊക്കെ എന്താ അടച്ചുറ്റി പറയട്ടെ, നമ്മൾ അരി വാർക്കണത് മരത്തിൻ്റെ ഒക്കെ ഒരു സംഭവം ഉണ്ടാവും, തട്ട്, അതിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനത്തെ കാന്താരി ചമ്മന്തി അരച്ചിരുന്നത്. മറ്റേ കയ്യിലിൻ്റെ ഇതില്ലേ, അത് വെച്ചിട്ടൊക്കെ. പാത്രം കേട്ടെ, പാത്രം കേട്ടെ. കരണ്ട് വെളിച്ചെണ്ണ കേട്ടോ, കരണ്ട് പോയി. അപ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ചിട്ട്
ചെറുപ്പത്തിൽ കഴിച്ച ശീലമുണ്ടെങ്കിൽ നമുക്ക് വലുപ്പത്തിലേക്ക് ഒരു ഇതുണ്ടാവും. ഇവിടെ രാജേട്ടനൊക്കെ ഈ വയറിന് എപ്പോഴും ഗ്യാസാണ് പറഞ്ഞിട്ടേ ഇതൊക്കെ കഴിക്കാണ്ട് എന്നിട്ടാണ്. അതേപോലെ തന്നെ മക്കൾക്കും ഇതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അതൊക്കെ കഴിച്ച ശീലമുള്ളവർക്കാണ് അതിൻ്റെ ഒരു ചായനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ നല്ലതാണ്. മറ്റേ വയലറ്റ് കാവത്തില്ലേ, വയലറ്റ് കാവത്താത് നല്ല രസാട്ടോ. ഇതിങ്ങനെ കഴിക്കണ കാണാനേ നല്ല രസം. അത് ഇതിൻ്റെ വിത്ത് അടിയിലുള്ള വിത്ത് നല്ല കളർ വയലറ്റ് കളർ ഉണ്ടാവും. ഇതിപ്പോൾ മേലുള്ള വിത്തല്ലേ കണ്ടോ. ഇതിലെ കൂട്ട കഴിക്കണം. അടിപൊളി ടേസ്റ്റാട്ടോ. കാന്താരി ചമ്മന്തിയും എന്നൊരു മുളക് എടുക്കാൻ കണ്ടോ. ഇങ്ങനെ കാന്താരി മുളക് കൊടുക്കുക, ഈ ഉള്ളിയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് കാത്ത് വെച്ചിട്ട് കഴിച്ച് ശീലമുള്ളവർക്ക് എപ്പോഴായാലും ഇതിൻ്റെ രുചി മറക്കില്ല. നല്ല രസമുണ്ട്. മുളകിൻ്റെ അമ്മൂട്ടി കഴിച്ചില്ലല്ലോ. അത് കഴിച്ചില്ലല്ലോ. രാത്രി വയറുവേദന അമ്മൂട്ടി പറയാം അന്ന് രാത്രി വയറുവേദനിക്കുന്നു. എന്നും വയറുവേദനയൊക്കെ എന്നും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്നും കഴിക്കണ്ടേ. വേദന എന്നും എൻ്റെ കൂടെ ഉള്ളതാണ്. എന്നുവെച്ചാൽ മരിക്കണ വരെ ഉണ്ടാവുക വേദന. സത്യം 10-12 വർഷമായിട്ട് എൻ്റെ കൂടെ എപ്പോഴുള്ളൊരു വേദന ഇത്. അപ്പോൾ പിന്നെ മരിക്കണേനെ നമ്മൾ പൂതിയുള്ളതൊക്കെ കഴിച്ച് ഇതാക്കിയിട്ട് മരിച്ചൂടെ അല്ലേ. ഒരാട്ടെ അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കണം. രാജേട്ടന് പേടിയായിട്ടാണ്. പക്ഷെ എങ്ങനെ വിത്നസ്സല്ലേ അടിപൊളി. ആർക്ക് ശീലമില്ല കേട്ടോ അതൊന്നും. ചേമ്പ് കാവത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ കഴിച്ചാൽ തന്നെ കഴിച്ചവർക്ക് അതിൻ്റെ രുചി അറിയാൻ പറ്റും. ഇതുവരെ ഒന്നും കഴിക്കാണ്ടേക്കായിട്ടേ എന്താ കാണാല്ലേ എന്തുപോലെ വെന്തുടഞ്ഞാടാ അങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങനെ കാന്താരി എടുക്കുക, പാട കൂട്ടുക, അത് ചൂടുള്ള കട്ടൻ ചായ നല്ല രസമാണ്. ഇവിടുത്തെ ശീലണ്ട. മീനൊക്കെ ഉണ്ടാക്കാനുണ്ട്. കറണ്ട് പോയി വരുമോ അറിയില്ല. നോക്കട്ടെ വരുമോ നോക്കാം. ഈ എണ്ണ ഇട്ടിട്ട് ചെറുള്ളി കുറച്ച് തോനെടുക്കുക. തേങ്ങ അപ്പം അതാ രാത്രി ഒരുപാട് സമയത്ത് രാജേട്ട് തറവാട്ട് പോയതാ. ചോറ് പുറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ. ആ മീൻ ഞാൻ എന്ത് ചെയ്തു പറയോ കുറച്ചെടുത്ത് വറുത്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ മറ്റേ എന്തായാലും പറയാ അതിൽ കഞ്ഞി എന്തോ അങ്ങോട്ട് പറഞ്ഞതിൻ്റെ പേര് എനിക്ക് കിട്ടണില്ല. ആ മീൻ ഇതാ വറുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ചട്ടിയിൽ ഇതാ പുളി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മത്തി. അപ്പോൾ അതിട്ടിട്ടൊരു പുളി വെക്കാച്ചിട്ട് നമ്മൾ പുളിങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു അടിപൊളി സംഭവമായ റെസിപ്പിയാണ് കേട്ടത്. ഇത് കണ്ടിട്ട് എനിക്ക് എന്താ മനസ്സിലാവണേന്ന് അറിയില്ല. നല്ല രസാട്ടോ. ഞാൻ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കിയത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ നമുക്കൊരാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി കറി കൂടെ വെക്കട്ടെ. ഉച്ചയ്ക്കത്തെ സാമ്പാറുണ്ട്. അപ്പം എന്നാൽ മീനൊന്ന് പുളിയാക്കി വെച്ചാൽ അതുമായി. നല്ല മഴയാണ് കേട്ടോ. വെച്ചാൽ രാജേട്ടനൊക്കെ ഞാൻ മഴയത്ത് അപ്പൂസ് വരുമെന്ന്. അപ്പോൾ ഇപ്പോഴൊന്നുമില്ല. രാജേട്ടനൊക്കെ കൂട്ടിയിട്ടാണ് വരിക. കണ്ടോ നല്ല മഴയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇരുട്ടാണ്. നല്ല മഴയാണ്. അപ്പം പിന്നെ അതാറായി
കറണ്ട് ഒന്ന് മാറും. ഇതൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ സംഭവം സൂപ്പറാട്ടോ ഈ ഉണ്ടാക്കിയ സാധനം. ഇനി ഞാൻ വേഗം കറിയും കൂടെ വെക്കട്ടെ. നമ്മളെ പൂച്ച ഗർഭിണി പൂച്ച വന്നില്ല. മറ്റേ ചോറിന് വന്നിരിക്കും. ഞാൻ ചോറുണ്ടു. ചോറിനൊക്കെ വീടെടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേഗം ഉണ്ടു. അങ്ങനെ വന്നിട്ട് കഴിക്കാം. അവരെത്തിയിട്ടില്ല കേട്ടോ. അമ്മ വിളിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. നമ്മളെ പൂച്ച അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഗർഭിണിയാണ് അറിയില്ലേ, പക്ഷെ ഒന്നും കാണാനില്ല. മഴ നിന്നിട്ടില്ല കേട്ടോ, നല്ലപോലെ പെയ്യുന്നുണ്ട്. അപ്പം ഇനി 9 മണി കഴിഞ്ഞ് പാത്രങ്ങളുണ്ട്, അത്രയും കഴുകാനുണ്ടാവും. പാത്രമൊക്കെ കഴുകട്ടെ. കഴുകി വെച്ചാൽ രാവിലെ അടുപ്പിലേക്ക് കയറുമ്പോൾ ഒരു സുഖം കേട്ടോ. മീൻകറി ഞാൻ എടുത്തില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻകറി ഞാൻ എന്താ പറയുക, മുളകിട്ട് വെച്ചില്ലേ, അത് സംഭവം അങ്ങനെ അടച്ചു വെച്ചു. അപ്പം ഇനി അത് നാളത്തേക്ക് എടുക്കാൻ വെച്ചിട്ട്. അപ്പം വേഗം മഴ വല്ലാണ്ട് പെയ്യുമ്പോഴേക്ക് പാത്രങ്ങളൊന്ന് വേവിട്ടെ കേട്ടോ. രാജേട്ട എപ്പോഴാണ് എത്തിയത് ചോറുണ്ണാൻ? അവയെന്ന് പറയാം 10:30. അവിടെ പോയിട്ട് അപ്പൂസ് വന്നിട്ടില്ല, അവനെ തറവാട്ടിൽ നിന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ചോറിന് കഴിയാൻ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ആ സംഭവം സ്പെഷ്യൽ ഉണ്ടാക്കി, അതാണ് ഇട്ടത്. പിന്നെ ദാ ഇതിൻ്റെ പേരെന്തായിരുന്നു? പൂമീന്. എനിക്കിതിൻ്റെ പേര് കിട്ടിയായിരുന്നില്ല, ഞാനൊക്കെ വേറെ പേരെ പറഞ്ഞത്. ആ മീൻ വറക്കുകയും ചെയ്തു. കറി ഞാൻ എടുത്തു വെച്ചിട്ട് മീൻ കറി കുറച്ച് ഞാൻ രാജേട്ടന് കൊടുത്തു. കാരണം എന്താ പറയുക, ഗ്യാസ് കഴിഞ്ഞു. അപ്പം ഇനി രാവിലെ അടുപ്പത്ത് തന്നെ വേണം പുലർച്ചെ പണിയെടുക്കാൻ. അപ്പം ഇനി കറി വയ്ക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം ചോറും ദോശമാവ് അരച്ചിട്ടുണ്ട്, ദോശയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ കറി ഞാൻ എടുത്ത് വെച്ചു. അത്രയായിട്ട് ആ കുട്ടി വന്നില്ല, നാളെ സ്കൂളൊക്കെ ഉള്ളതാണ്. എന്താ അറിയില്ല ഇനി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷം കുറച്ച് വിശേഷങ്ങളുണ്ടോ എടുത്തതാണേ. അത്രയേ ഉള്ളൂ കേട്ടോ.